സ്വീറ്റ് എഗ് പോക്കറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമായിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ പഴുത്ത പഴം അങ്ങോട്ട് എടുക്കാം, അത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഇത് 2 മുട്ട എടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക, അത് മാറ്റി വെക്കുക. ഇനി ഇത് പാൻ ചൂടായതിനു ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്താലും മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതേ പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ മുട്ടയുടെ മിക്സ് മാറ്റി വെച്ചല്ലോ, അത് എണ്ണ ചൂടായതിനു ശേഷം ഒഴിച്ചു കൊടുക്കുക. ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. നല്ല വീതിയുള്ള പരന്ന ചട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം, കുറച്ച് സൗകര്യപ്രദമാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ഓംലെറ്റ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ, ആദ്യം നമുക്ക് ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തൊരു പോക്കറ്റ് രൂപത്തിലാക്കണം എന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ച് വീതിയും പരന്നൊക്കെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഓംലേറ്റ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗവും ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സെർവിങ് പ്ലേറ്റ് എടുക്കുക, ആ ഒരു പോക്കറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇത് ചട്ടി ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ നമ്മുടെ എഗ് പോക്കറ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഈസി അല്ലേ? ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല സ്വീറ്റ് എഗ് പോക്കറ്റ്. ഇനിയിപ്പോൾ ഇതേ നമുക്കിതുപോലെ 4 പീസാക്കി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ കുട്ടികൾ സ്കൂളിലൊക്കെ വരാൻ ടൈമിൽ ഒരു 10 മിനിറ്റ് മുന്നേ നമുക്കിത് ഉണ്ടാക്കി. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ പഴത്തിലും നെയ്യിലൊക്കെ പഞ്ചസാര ക്യാരമലായി വരുന്ന ആ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ശരി എന്നാൽ, ടാറ്റ, ബൈ ബൈ.